ഷെയറൊക്കെ ഞാൻ ഇങ്ങോട്ട് എത്തിക്കാം. ആയിക്കോട്ടെ. ഓ ആലിക്കോയ്ക്ക് ഓന്റെ അത്ര ബുദ്ധിയില്ലാന്ന അവന്റെ വിചാരം. ഓൻ പങ്ക് കച്ചവടത്തിന് വന്നവന്നല്ല. അവന്റെ ഉള്ളിൽ ഇപ്പോഴും ആ പഴയ പോലീസുകാരനുണ്ട്. ഈ രാത്രിയിൽ വന്ന് ഈ കരിമീൻ വാങ്ങിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ആ മദാമ തോട്ടുമീനായാലും കൂട്ടിക്കോളും. ഞാൻ ചോദിച്ചല്ലേ. ഇംഗ്ലീഷിലോ? ആ കേക്കണോ? കേക്കട്ടെ. തോട്ട് മീൻ കൂട്ട്മോ. കട് കട്ടിയായി ഇംഗ്ലീഷായിട്ടും അവർക്ക് കാര്യം മനസ്സിലായി. അതിന് അവര് ജർമ്മൻ കാര്യത്തില്ലേ. ഈ കച്ചവടമൊക്കെ മതിയാക്കി ഇനിയെങ്കിലും ഇവിടുന്ന് പോയിക്കൂടെ? ഇത് കച്ചവടത്തിന്റെ പേരായി തീർത്തല്ല. എന്നെ ഉപദ്രവിച്ചത് നിന്റെ ചേട്ടനെ കൊന്നവരാ. ഞാൻ ആ കേസിന്റെ പിന്നാലെയാണെന്ന് അവർക്ക് സൂചന കിട്ടിയതിന്റെ. പേടിക്കണ്ട, ഇത് നിനക്ക് വേണ്ടി പുതിയ അവകാശവാദങ്ങൾ ഉന്നയിക്കാനല്ല, എന്റെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടിയാ. സാറേ പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡിങ് മീ. അടിസ്ഥലത്ത് ഞാൻ നിന്നിരുന്നെങ്കിൽ എന്നെ കൂടി രക്ഷിക്കാൻ നോക്കുന്നതിനിടയിൽ സാറിന്റെ തടി കൂടുതൽ കേടായനെ. അങ്ങനെ ഒരു നെറുകേട് കാണിക്കണ്ടല്ലോ എന്ന് കരുതിയാ ഞാൻ തോട്ടിലേക്ക് എടുത്ത് ചാടിയത്. സാറിന്റെ ബലത്തിൽ അനുജപ്പനെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. ചുങ്കത്തറക്കാരാണ് ആളെ വിട്ടിയെന്ന് ഉറപ്പാ. നമ്മളെ കൊന്നുകളയാനാ അവരുടെ പരിപാടി. ഞാൻ എങ്ങോട്ടെങ്കിലും നാട് വിട്ട് പോവാ. ഇനി നീ എന്റെ കൂടെ നിന്നാൽ നിന്റെ ജീവനും കൂടെ അപകടത്തിലാവും. നീ ഇവിടെ നിന്ന് പോകുന്നതാണല്ലോ. നിനക്ക് ഞാൻ കാശ് മുടക്കി ഒരു വിസ സംഘടിപ്പിച്ചു തരാം. നീ പേർഷ്യയിലേക്ക് തന്നെ തിരിച്ചു വയ്ക്കൂ. ആദ്യം എനിക്ക് പാസ്പോർട്ട് ഒന്നും ഇടുന്നേ. ആ പാസ്പോർട്ട് ഉണ്ടായിരുന്നു, എല്ലാം എക്സ്പയർ ആയി. കളഞ്ഞുപോയി. അന്വേഷിക്കാന്നേ.